സുന്നത്ത് ജമാഅത്ത് അതാണ് ഹക്കായ ദീൻ. ആര് എങ്ങനെ മാറി എന്തൊക്കെ കളിച്ചാലും സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ സമസ്തയിലെ ജമീഅത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളുടെ അവലംബം. ഈ നിലയ്ക്ക് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നം വരില്ല. ലാ യദുർറുഹും മൻ ഖാലഫഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണല്ലോ, അതിനൊരു കൂട്ടുകൾ ഉണ്ടാകണം. അതിന് ആ കൂട്ടരേ ഉണ്ടാവുള്ളൂ. നിസ്കാരം കഴിഞ്ഞ പാടടുത്ത് ഇമാമൻ എന്ന് വെറുതെ കണ്ടു പരിചയപ്പെട്ടപ്പോ കേരളത്തിൽ നിന്ന് പറഞ്ഞ ഉടനെ അയാൾ ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ എന്നറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു ചാൻസായി. ഞാൻ പറഞ്ഞു, അന അമീനുഹുൽ മുസായിദ്. മൂപ്പര് ജമീഅത്തുൽ ഉലമയുടെ സെക്രട്ടറി ആണെങ്കിൽ മൂപ്പര് മുസായിദായ സെക്രട്ടറി, സഹായിച്ചു കൊടുക്കുന്ന സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ ആലിംഗനം ചെയ്തു, മാനക്കത്ത് ചെയ്തു, ദ്വാരന്ന് തന്നു. ഞാൻ പലപ്പോഴും മദീനത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ മൊറോക്കോ സമ്മേളനത്തിന് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എത്ര വലിയ ബഹുമാനത്തോടാണ് ഉസ്താദിനെ അദ്ദേഹം കണ്ടത്. അയാളവിടുത്തെ വലിയ ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഉസ്താദിനെ ഒന്നുമില്ലാതാക്കാൻ വേണ്ടി, നിർവീര്യാക്കാൻ വേണ്ടി എന്തെല്ലാം പണികൾ പാടുപെട്ട് ഇവിടെ ചെയ്തോൽക്ക ഓരോ ചെയ്ത ആ സമയം വെറുതെ പോയി എന്നല്ലാണ്ട് ഉസ്താദിനെ യാതൊന്നും പറ്റില്ല, അല്ലേ? അപ്പൊ അത് ഉസ്താദിന് അല്ലാഹു കൊടുത്തത് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചെന്ന ഒറ്റ നിർത്തമല്ല. അതുകൊണ്ട് ഉസ്താദിന് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉസ്താദ് അടക്കമുള്ള ആലിമ്യങ്ങൾ, വലിയ വലിയ ആലിമ്യങ്ങൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എത്ര വലിയ സൂക്ഷ്മത ഉള്ള ഒരു ആലിമാണ്. ജീവിതത്തിന്റെ സൂക്ഷ്മത. മൂപ്പര് ചെറിയ മകനാണ് എന്റെ ചെറിയ മകളെ കിട്ടിയത്, അബ്ദുറഹ്മാൻ ഹസനി. ഓനാണ് ഇപ്പോ കുറച്ചു വർഷം മുമ്പ് വഫാത്തായത്. അർഹമുറാഹിമായ തമ്പുരാൻ അവന് സ്വർഗീയ ലോകം കൊടുക്കട്ടെ, സ്വർഗത്തിൽ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ മകൻ മരിച്ചു. വെള്ളിയാഴ്ച ജുമാന്റെ തൊട്ടു മുമ്പ് മരിച്ചു. ജുമാക്ക് ശേഷം ഏകദേശം മഗ്‌രിബിന് മുമ്പായിട്ട് അസറിന് ശേഷം മറവ് ചെയ്തു. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദൊക്കെ വന്നിരുന്നു. ഉസ്താദൊക്കെ മഗ്‌രിബോട് കൂടെയാണ് അവിടുന്ന് പോയത്. അങ്ങനെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ മൗലൂദൊക്കെ ഓതി അതായത് എന്റെ വീട്ടിൽ പോയി. പിന്നെ മൂപ്പർക്ക് വലിയ മാനസിക പ്രയാസമുണ്ട്, മകൻ മരിച്ചതല്ലേ എന്ന നിലക്ക് ഞാൻ സുബഹിക്ക്, സാധാരണ ഞാൻ സുബഹിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച സുബഹിക്ക് ഹിക്കമീക്ക് പോകും സാധാരണ. എന്നത് മരുമകൻ തന്നെ മരിച്ചു. സുലൈമാൻ ഉസ്താദിന്റെ മകനുമാണ്, എന്റെ മരുമകനുമാണ്. സുലൈമാൻ ഉസ്താദിന് വലിയ വിഷമമുണ്ടാവും. അപ്പൊ ഞാൻ ഒന്ന് രാവിലെ പോയതാ. ഞാൻ രാവിലെ വീട്ടിലിരുന്നപ്പോ മൂപ്പര് എടുക്കു വയ്ക്കണം, ഒതുക്കം കഴിക്കണം. മൂപ്പര് ഒതുക്കുന്നത് കഴിഞ്ഞു. ഞാനവിടെ എത്തുമ്പോ ഒരു 6:30 മണിയായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പ് മൂപ്പര് അവിടെ എത്തിയാണ്. അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോ ആയിക്കൂടെ പോയി. അപ്പൊ മൂപ്പര് ദർസ് കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു. നിങ്ങൾ ഇവിടുന്ന് വരുന്ന വെച്ചു. ഞാൻ അവിടെ പോയതായിരുന്നു, പോയി കണ്ടു. പിന്നെ അപ്പൊ എന്റെ ഖബറിൽ പോയി സിയാറത്ത് ചെയ്ത് പോന്നു പറഞ്ഞു. അപ്പൊ മൂപ്പരാണ്. ഞാൻ പിന്നെ രാവിലെ തന്നെയാണ് പോകുന്നത്. ഓൻ മരിച്ചതിന്റെ സെബുക്ക് മുടങ്ങണ്ടല്ലോ വെച്ചിട്ട്, മകൻ മരിച്ചതിന്റെ പേരിൽ സെബുക്ക് മുടങ്ങണ്ട വിചാരിച്ചിട്ട് മൂപ്പര് ഇങ്ങോട്ട് തന്നെ പോന്നു. നോക്കുങ്ങള്, അതാണ് മൂപ്പര് രീതി. ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇനി മൂപ്പരെ ജീവിതത്തിന്റെ സൂക്ഷ്മത. അതാ ഞാൻ പറഞ്ഞത്, അത് മൂപ്പരിപ്പോ ഷെയ്ഖും വലിയൊന്നുമല്ല, ആരും വലിയാക്കണമില്ല, അങ്ങനത്തെ പോലട്ടോ വലിയ ആക്കൂല്ല. എന്തേലും വല്ല ചാക്കോ കരിമ്പടോ ഒക്കെ ഇട്ടുകാണ്ട് വരണം, മനസ്സിലാ? അപ്പൊ മൂപ്പര് ഞാനൊരുക്കെ ഉസ്ബെക്കിസ്ഥാനിൽ പോവാണ്. മൂപ്പരിപ്പോ പോയാണ്, ഉസ്ബെക്കിസ്ഥാനിൽ പോയി. ഇമാം ബുഖാരി തങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങനെ സിയാറത്തിന് പോകുന്നുണ്ട്, ഉസ്താദും പോരി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പോരുന്നില്ല, അതിനിപ്പോ കുറെ പൈസ വേണ്ടേ, ഇപ്പൊ അതിന് മുടക്കാൻ പൈസ എത്തില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദ് പോരാണെങ്കിൽ നമ്മളെ ആള് തന്നെയാണ് കൊണ്ടുപോണത്, പൈസ പ്രശ്നമാക്കണ്ട, അതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. അത് പറഞ്ഞു അത് പിന്നെ കടല്ലേ, കടാക്കിയിട്ട് പറയണ്ടേ. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞാലും ഞാൻ കടാക്കിയിട്ടില്ല, എനിക്ക് ഒറ്റ ഉറപ്പിൽ കടല്ല. 60 വയസ്സിന് ശേഷം ഞാൻ കടാക്കിയിട്ടില്ല. എന്താ കാരണം? എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം 60-70 ഇടയിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 60 കഴിഞ്ഞാൽ എപ്പോഴും മരിക്കാൻ കാത്തിരിക്കുക. അപ്പൊ കടങ്ങളൊക്കെ വീട്ടി ആരോടൊരു ബാധ്യത ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുക സ്വസ്ഥമായിട്ട്. അപ്പൊ നല്ല സംഗതിയാണ് തീർച്ചയായിട്ടും സംഗതിയൊക്കെ, അതൊക്കെ അവർക്കും ചെയ്യാം. അപ്പൊ എപ്പോഴാ മരിക്കണോ? നമ്മൾ മരിച്ചു കൊടുക്കണം. അതിന് കടമ വാങ്ങിയാൻ പറ്റൂല. ആർക്കായി ഈ സൂക്ഷ്മത ഉണ്ടാകുക? ഏത് ശൈഖനായി ഈ സൂക്ഷ്മത ഉള്ളത്? അതാ ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസമാണ്. എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം മാബൈന 60 വ 70, 60-70 ഇടയിലുള്ളതാണ്. അയിമോച്ചൊന്നു ഇങ്ങനത്തെ എത്ര ആലിമീങ്ങൾ ഇന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ഷെയ്ഖൂഹത്ത് പറഞ്ഞ്, തെരീക്കത്ത് പറഞ്ഞ്, വലിയ സംഗതി പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ അരസമുട്ടണ വർത്താനം പറഞ്ഞ് നടക്കണവരല്ല. പിന്നെയോ ദീനിന്റെ കാര്യങ്ങൾ, ചെറിയ സംഗതികൾ സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവരെ കൊണ്ട് ദീനിന് ഗുണമില്ലാണ്ട് ദീനിന് ഫസാദ് ഉണ്ടാവില്ല. ദീനിൽ ചേരിതിരിവും ആലിമീങ്ങൾ ചീത്ത പറയലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന നമ്മൾ ഈ നാടുകളൊക്കെ നന്നാക്കേണ്ടവരാണ്. എന്തിന്റെങ്കിലും പേരിൽ നമ്മൾ തെറ്റി നിൽക്കാനോ ആദർശത്തിൽ നമ്മൾ പിന്നെ യോജിക്കാൻ കഴിയാത്ത വിയോജിപ്പോടെ നിൽക്കേണ്ടി വരും. പക്ഷേ ദീനിയായ കാര്യങ്ങളിൽ ഹക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കുന്ന രീതി നമ്മളെ ഉസ്താദുമാരെ ഹക്കെ പറഞ്ഞുള്ളൂ നമുക്ക് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് ആ നേതൃത്വം അംഗീകരിച്ച് സ്വീകരിച്ച് പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇനി ഒരു ജോലി ഇല്ലെങ്കിലും അള്ളാഹു ഇൽമെന്നൊരു ചെയ്ത് തന്നു എന്ന നിലയ്ക്ക് നമുക്ക് സാധാരണ ഒരു ജോലിക്കാരനുള്ള ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ കൊണ്ടൊരു ജനത, ഒരു കൗമ് അല്ലെങ്കിൽ ഒരു വ്യക്തി കേടിലേക്ക് പോകാൻ പാടില്ല.